ശ്രീ സതീഷ് വസന്ത്, ചില ക്ഷേത്രോത്സവങ്ങളിൽ പങ്കാളികളും കാണികളും ഒക്കെ പല മതസ്ഥരുണ്ടായിരിക്കാം. പക്ഷേ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ഉത്സവ അന്തരീക്ഷം മാറ്റണം, അല്ലെങ്കിൽ ആ ഉത്സവം നടത്തണം എന്നുള്ളത് ആരുടെ പിടിവാശിയാണ്? കാരണം ക്ഷേത്രാചാരങ്ങൾക്കനുസരിച്ച് ഉത്സവം നടത്തേണ്ടതാണെങ്കിൽ അത് അത്തരത്തിൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അവിടെ മതേതര മുഖമൊന്നും ചാർത്താൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ മിനിസ്റ്റർ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പം ബഹുമാനപ്പെട്ട പ്രിൻ്റ് വരുന്നാലും തമ്പി സാർ പറഞ്ഞ എന്താണ്, ഈ മതചിഹ്നങ്ങളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ പടം കാണിക്കേണ്ടതെന്നാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ ഉദ്ദേശിച്ചല്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കാവിക്കൊടി, ഇപ്പം ഞാൻ ഒരു കാര്യം പറ്റും, ഒരു അമ്പലത്തിൽ ഞാനും തമ്പി സാറുമായിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് പോകണം. അപ്പോൾ ആ കോവിലിൽ പോകുന്നത് ഞാൻ ഇടതുപക്ഷത്തിൻ്റേതാണ്. തമ്പി സാറ് ചിലപ്പോൾ ഹിന്ദു മുന്നണിയിലോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പ്രിൻ്റ് പോകുന്നതായിരിക്കും. വേറെ കോൺഗ്രസ്സുകാരും വരും, വേറെ കേരള കോൺഗ്രസ്സുകാരും CPIക്കാർ വരും. അവിടെ ഞാൻ ഹിന്ദുവാണെന്നേ. അവിടെ എന്തിനാണ് ഇത് വരണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുക്കൾ പല പാർട്ടികളിലും കാണും. അവിടെ ഹിന്ദുക്കൾ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് അത് ഹിന്ദു മുന്നണി ആവണമെന്നോ എവിടെയാണ് നിർബന്ധിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തമ്പി സാർ പറയുന്നോട്ടു, ഞാൻ ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും വന്നിട്ടുള്ളൂ? ഇപ്പം BJP ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പം ഒരു ബോർഡ് രൂപീകരിച്ചല്ലോ, അവിടെ ഹിന്ദുക്കളെ കയറ്റാൻ വേണ്ടി അവർ നോക്കിയല്ലേ. അപ്പം ഞാനിത് പറഞ്ഞത്, ഹിന്ദുക്കളായ അമ്പലങ്ങളിൽ നമ്മൾ എന്തിനാണ് മലർന്നെന്ന് തുപ്പിടാന്നേ തമ്പി സാറേ. നമ്മൾ എന്തിനാണ് നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. നമ്മൾ എല്ലാ മതക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്യൂ. അവിടെ വന്ന് ക്ഷേത്രങ്ങളിൽ വരുമ്പോഴത്തേക്ക് ക്ഷേത്രാചാരണം പല വിധത്തിലാവും. ചിലവർ കൈ കെട്ടി ഇന്ന് കുമ്പിടുള്ളൂ. കുമ്പിടുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ പോകണമെന്ന് ആരാണ് പറഞ്ഞത്? കുമ്പിടുമ്പോൾ നമ്മൾ ദൈവത്തിനെ ഒന്ന് കുമ്പിടുന്നു. ആ കുമ്പിടുമ്പോൾ മാത്രമേ ദൈവത്തിന് മനസ്സിൽ നമ്മൾ വരണം. ദൈവവിശ്വാസം മനസ്സിലാണ്. അത് ഒരു ആംഗ്യത്തിലല്ല. ഒരു ഞാനൊരു കാര്യം പറ്റും തമ്പി സാറേ, ഞാൻ പറഞ്ഞത് ആംഗ്യത്തിലൊന്നും അല്ല നിൽക്കുന്നത്. പിന്നെ ഒരു മാർക്സിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദുവിൽ ജനിച്ച ഒരു മന്ത്രിയല്ലേ അവിടെ ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിന് കൊടുത്തിട്ടുണ്ടോ? സാറ് പറയും രാധാകൃഷ്ണൻ ആരാണ്? അദ്ദേഹം ജനിച്ചത് ഒരു ഹിന്ദുവിലാണ്. ഏതാണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ തീർത്ഥം വാങ്ങിച്ച് കൈ കഴിയുന്നതിന് അങ്ങനെ അദ്ദേഹം കൈ കഴിയുന്നു അല്ല. രാധാകൃഷ്ണൻ തീർത്ഥം വാങ്ങിച്ച് കൈ കഴിയുന്നതിന് അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ രാധാകൃഷ്ണൻ ചെയ്യൂ. അങ്ങനെ പിന്നെ ഒരു മന്ത്രി വന്നിട്ട് രോഹിണി ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം പ്രിന്റ് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയത് CPM ആണ്. അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തവണയും നമ്മൾ വീണ്ടും പൂരം കലക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രിന്റ് പറയുന്നത്. പ്രിന്റ് ഞാനൊരു കാര്യം പറയുന്നത്, നമ്മൾ കേരളം എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതിന് വ്യത്യസ്തമായി. ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ നമ്മളെല്ലാം വ്യത്യസ്തമായ ഇതിലാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം കേരളത്തിൽ വളരെ ഇതായിട്ട് ഇതൊക്കെയാണ്. വിവിധ ക്ഷേത്രങ്ങൾ ഇപ്പം നിങ്ങൾ പാളയത്ത് പോകും. പാളയത്ത് പോകുമ്പോഴത്തെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി, തൊട്ടടുത്ത് മുസ്ലിം പള്ളി, അടുത്തടുത്ത് ഗണപതി ക്ഷേത്രം. ഈ പാരമ്പര്യത്തിലാണ് നമ്മൾ വളരുന്നത്. എന്നെ പെണ്ടു നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ ഹിന്ദുവിനെ BJP മാത്രം അദ്ദേഹം പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞ ബിംബത്തിനെ മാറ്റണമെന്നൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഒരു മതത്തിന് ഒരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് അങ്ങനെയാണ് പറയുന്നത്. നല്ല രീതിയിൽ എടുക്കൂ, പോസിറ്റീവ് രീതിയിൽ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടാണല്ലോ മന്ത്രി VN വാസവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതെ, അത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോട്ടെ. ജനം TV ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിനകത്ത് പാകിസ്ഥാൻ പേരുകളുള്ള പല പ്രദേശങ്ങളുമുണ്ട്. അത് മാറ്റണം, ആ പ്രദേശത്തിന്റെ പേരുകൾ മാറ്റണം. ജിന്ന
മുക്ക്, പാകിസ്ഥാൻ മുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലപ്പേരുകൾ. അതുമായി ബന്ധപ്പെട്ട് ജനം TV-യുടെ റിപ്പോർട്ടർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷോഭിക്കുകയും ചാടിക്കടിച്ചുകൊണ്ടുള്ള മറുപടി പറയുകയും ചെയ്തതിൽ ഉള്ള ആ വാചകം എന്ന് പറയുന്നത്, ഒരു ശത്രുരാജ്യം പാകിസ്ഥാൻ എന്നുള്ളതിൻ്റെ അടയാളം എങ്ങനെയാകും ആ പേര് കേരളത്തിൽ വരുമ്പോൾ എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അടയാളം എങ്ങനെയാണ് ആകുന്നത് കേരളത്തിനുള്ളിൽ എന്നുള്ളത്. ആ വാക്കുകൾ തന്നെ കടമെടുക്കാം. മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് മതചിഹ്നങ്ങൾ അടയാളമാകുന്നത്? ആ അസഹിഷ്ണുത ഈ കാര്യത്തിൽ കൂടി, ഹിന്ദുവിൻ്റെ കാര്യത്തിൽ കൂടി എന്തുകൊണ്ട് CPM വച്ചു പുലർത്തുന്നില്ല എന്നുള്ളതാണ്. 2, നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വെള്ളിയാഴ്ച ദിവസം ഒരു മതവിഭാഗത്തിന് പ്രാർത്ഥനാ ദിനമാണ്, അന്ന് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്ത് നിന്ന് നിവേദനം പോയില്ലേ? അതിന് CPM-ഉം കോൺഗ്രസും ഒക്കെ പിൻബലമേകിയില്ലേ? അപ്പോൾ അവിടെയൊന്നും ഈ മതേതരത്വം വേണ്ടേ? ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രം മതിയോ ശ്രീ സതീഷ് വസന്ത്? അല്ല, ഞാൻ ഒരു കാര്യം വേണ്ടേ, ഞാൻ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഇപ്പം പറയുന്നത്. അല്ല, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ അവർ പള്ളിയിൽ പോകുന്ന ദിവസമാണ്. അത് എല്ലാവർക്കും ലോകത്തെമ്പാടും അറിയാം. അപ്പോൾ അന്ന് കൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ വെച്ചാൽ അവർ വന്ന് വോട്ട് ചെയ്യും. അവർക്കും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ അവരെ പങ്കാളിയാക്കണ്ടേ? ഞായറാഴ്ച ക്രിസ്ത്യൻ അവരെ പള്ളിയിൽ പോണേ. നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെ ചൊവ്വയും വെള്ളിയും ഞായറും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോയെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് ഒരു നിമിഷം. അതെ, അതുകൊണ്ട് തന്നെയാണ്